നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ്. താരസംഘടന അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ജഗദീഷ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ജഗദീഷ് മത്സര രംഗത്തേക്ക് വന്നിരുന്നത്. അതിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്ന ജഗദീഷ് പിന്മാറുന്നു. ഇനി ഒരു മത്സരത്തിനും ഇല്ല എന്നാണ് ജഗദീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ ജഗദീഷ് അതിന് മാത്രമായിരുന്നു കൊടുത്തത്. പക്ഷേ ജയൻ ചേർത്തല അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇപ്പോൾ ശ്വേതാ മേനോനും ദേവനുമായിരിക്കും നേർക്ക് മത്സരം വരിക. ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ജഗദീഷ് പിന്മാറുന്ന കാരണങ്ങൾ പറയാം. 2021 അന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ വനിതകൾക്ക് പ്രാതിനിധ്യം വേണമെന്നൊരു തീരുമാനമുണ്ടായി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അന്ന് വനിതകൾ മത്സരിക്കുന്നു. ശ്വേതാ മേനോനും ആശാ ശരത്തും മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ ജഗദീഷും മണിയമ്പിള്ള രാജുവും പത്രിക നൽകുന്നു. അപ്പോൾ ഇന്നസെൻറ്റും മോഹൻലാലും ഒക്കെ പറഞ്ഞു ഇത്തവണ വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് ജഗദീഷിനടുത്ത് പറയുകയും, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജഗദീഷ് അന്ന് തന്നെ ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊച്ചിയിൽ വന്ന് പത്രിക പിൻവലിക്കുകയും ചെയ്തു. വനിതകൾക്ക് പ്രാതിനിധ്യം വേണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പത്രിക പിൻവലിച്ച് അദ്ദേഹം മറ്റൊരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അവിടെ ശ്വേതാ മേനോനും ആശാ ശരത്തും മത്സരിക്കുന്നു. എന്നാൽ മണിയമ്പിള്ള രാജു അവിടെ മത്സരിക്കുകയും ചെയ്തു. അങ്ങനെ ആശാ ശരത്ത് പരാജയപ്പെടുകയും ശ്വേതാ മേനോനും മണിയമ്പിള്ള രാജുവും വൈസ് പ്രസിഡന്റായി വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ശ്വേതാ മേനോൻ അവിടെ എത്തുന്നു. ശ്വേതാ മേനോൻ ആ സമയത്ത് നല്ല പ്രവർത്തികൾ ചെയ്ത് IC കമ്മിറ്റി ഉൾപ്പെടെ പ്രവർത്തിച്ച് പിന്നീട് IC കമ്മിറ്റി രാജിവെച്ച് അങ്ങനെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു സമയമായിരുന്നു. അന്ന് ജഗദീഷ് അത് മാതൃകയായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ജഗദീഷ് പല സ്റ്റേജുകളും വനിതകൾക്ക് വേണ്ടി പ്രസംഗം നടത്തുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് ജഗദീഷ് ഇപ്പോൾ ഇതിൽ നിന്നും പിന്മാറാമെന്ന് തീരുമാനിച്ചത്. കാരണം മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയുടെയും അനുമതിയോടുകൂടി അവരെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ധാരണയുണ്ടായിരുന്നു, താൻ ഇത്ര വർഷത്തെ പാരമ്പര്യമുള്ളത് കൊണ്ട് തനിക്കൊരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടാണ് മത്സരരംഗത്തേക്ക് വന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ നിരവധി ആളുകൾ വരുന്നു. അങ്ങനെ വന്നപ്പോൾ ശ്വേതാ മേനോൻ വരുന്നു, ദേവൻ വരുന്നു, ജയൻ ചേർത്തല വരുന്നു, രവീന്ദ്രൻ വരുന്നു, അനൂപ് ചന്ദ്രൻ വരുന്നു. ഇവരൊക്കെ പിന്മാറും കേട്ടോ, അത് വേറെ സത്യസന്ധമായ കാര്യമാണ്. രണ്ടുപേരെ മത്സരത്തിനുണ്ടാവുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഒരു സ്ത്രീകൾക്ക് പ്രാധാന്യം വേണമെന്ന് അദ്ദേഹത്തിന് സ്വയം തോന്നി. അങ്ങനെ പല കോണിൽ നിന്നും സംസാരം വന്നു എന്നാണ് അദ്ദേഹത്തിൽ നിന്നും എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ അദ്ദേഹം പിന്മാറാം എന്നൊരു തീരുമാനത്തിന് അദ്ദേഹം പിന്മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയം, തീരുമാനം എത്തിയെന്നില്ല, പിന്മാറും. അതിന് അദ്ദേഹത്തിന് ഇത് പത്രിക കൊടുക്കാൻ നിർത്തി സുരേഷ് ഗോപിയും മോഹൻലാലും മമ്മൂക്കായൊക്കെ ആയിട്ട് സംസാരിച്ചു, ലാലേട്ടനും ഒക്കെ ആയിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുമായിട്ടൊന്ന് സംസാരിച്ചതിന് ശേഷം പത്രിക പിൻവലിക്കാനാണ് ഇരിക്കുന്നത്. കാരണം മമ്മൂക്ക ചെന്നൈയിലാണ്, എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ജപ്പാനിലാണ്, സുരേഷ് ഗോപി ആണെങ്കിൽ പാർലമെൻറ്റിൻ്റെ തിരക്കിലാണ്. അവർ ഇന്ന് വൈകുന്നേരം ഇവരുമായിട്ട് സംസാരിച്ച ശേഷം പത്രിക പിൻവലിക്കും. അതിനൊരു മാറ്റവുമില്ല, പത്രിക പിൻവലിക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും 31 വർഷമായിട്ട് ഒരു വനിത ആദ്യമായിട്ട് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ചങ്കുറ്റത്തോട് വരുന്നതുകൊണ്ടാണ് താൻ പിന്മാറുന്നതെന്നാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വലിയ മത്സര പോരിലേക്ക് തന്നെ പോകുന്ന സന്ദർഭത്തിലാണ് ജഗദീഷിൻ്റെ ഒരു പിന്മാറ്റം. ജഗദീഷ് ഇതിനു മുമ്പും പിൻവലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇലക്ഷന് ഈ വിഷയങ്ങൾ വന്നപ്പോൾ അദ്ദേഹം വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരെ, ഈ അമ്മയുടെ കൂട്ടായ്മയിൽ നിന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ അദ്ദേഹം ലെഫ്റ്റ് അടിച്ച് പോയ ഒരു ചരിത്രമുണ്ട്. അത് ഞാൻ വാർത്ത ചെയ്തതാണ്. അപ്പം ആ ചരിത്രമൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ഈ തവണ മത്സരിക്കാൻ അദ്ദേഹം വന്നത് ഇവരുടെയൊക്കെ അനുമതിയോടുകൂടി വന്നുവെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അതിനിടയിൽ ശ്വേതാ മേനോനും ജഗദീഷുമായി ഫോൺ സംഭാഷണം നടത്തി. അതും ഏറ്റവും രസകരமான കാര്യം. ശ്വേതാ മേനോൻ ജഗദീഷ് മത്സരിക്കുന്നു, ശ്വേതാ മേനോൻ മത്സരിക്കുന്നുണ്ടെന്ന് ശ്വേതാ മേനോൻ ജഗദീഷിനെ വിളിച്ച് നോട്ടഭ്യർത്ഥന നടത്തിയിട്ടാണ്. അപ്പം ജഗദീഷ് പറഞ്ഞൊരു ഡയലോഗ് അത് വന്നതാണ് മാധ്യമങ്ങൾ, ഒരു സൗഹാർദ്ദപരമായ മത്സരത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ പിന്മാറ്റം പറഞ്ഞിട്ടില്ലായിരുന്നു, ഒരു സൗഹാർദ്ദപരമായ മത്സരത്തിലേക്ക് പോകാം എന്നാണ് ജഗദീഷ് അന്ന് പറഞ്ഞത്. പക്ഷേ ജഗദീഷ് മാറ്റം സംഭവിച്ചിരിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി താൻ ഒഴിഞ്ഞു മാറുന്നു എന്നാണ് ജഗദീഷ് പറയുന്നത്. ജഗദീഷ് അത് പൂർണ്ണമായി തന്നെ ഉൾക്കൊണ്ടുവരുന്ന ജഗദീഷ് മാറുന്നു. ഇതിനിടയിൽ പല കോണുകളിൽ നിന്നും പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം അംഗങ്ങളും ജഗദീഷ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്നാൽ ചില കോണുകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണവും വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ജഗദീഷ് ഈ തവണ മത്സരത്തിനുണ്ടാകില്ല. താൻ നല്ലൊരു അംഗമായി എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്, നല്ലൊരാളായിട്ട് ഞാൻ നിൽക്കും, അതിനുവേണ്ടി സ്ത്രീകൾ പ്രസിഡൻ്റായി വരട്ടെ എന്നാണ്. സ്ത്രീകളുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വരുന്നതാണ് ഏറ്റവും നല്ല എന്ന നിലയിലേക്ക് പ്രസിഡന്റ് സ്ഥാനം സ്ത്രീകളുടെ കയ്യിൽ കിട്ടട്ടെ എന്ന തീരുമാനത്തിൽ ജഗദീഷ് പിന്മാറിയിരിക്കുന്നു. അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ബന്ധങ്ങൾ വെച്ച് ഇത് പിന്മാറും എന്നുള്ള പിന്മാറിയിരിക്കുന്നു
എന്ന് തീർത്ത് പറയാനുള്ള അവസരമാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത്. അത് സിനിമയ്ക്കുള്ളിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ ചെളിവാരി എറിയുന്ന നിലയിലേക്കാണ് ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അതിനെല്ലാം ഒരു കൃത്യമായ മറുപടി പറയേണ്ടതായി വരും. ഇത് ചെളിവാരി എറിയുന്നവർ കൃത്യമായ മറുപടി പറയേണ്ടതായി വരും. അതിന്നല്ലെങ്കിൽ നാളെ അവർക്കെതിരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിനുള്ള കേസ് ഉൾപ്പെടെ വരാനിരിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.